നിങ്ങളെ ചോദ്യം ഇതാണ്, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങളുടെ റേഷ്യോ 4:5. എണ്ണത്തിലെ വർധനവ് 25% 40% ആണെങ്കിൽ പുതിയ റേഷ്യോ കാണാനാണ്. അപ്പം വർധനവിൻ്റെ കഥയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, 25% വർധനവെന്ന് കേൾക്കുമ്പം എൻ്റെ കുട്ടികൾ ചിന്തിക്കേണ്ട കഥ ഇതാ, യഥാർത്ഥ വില 100%. ഈ 25% വർധനവ് വന്നു കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് അതിൻ്റെ വില എത്രയായി മാറും? 125% മാറും. 25% വർധനവിൻ്റെ മീനിങ്ങാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതിൻ്റെ വില 125% മാറും. ക്ലിയർ ആണോ? അപ്പം 40% വർധനവെന്ന് കേൾക്കുമ്പോൾ 100% യഥാർത്ഥ വില. ഇപ്പം അത് 140% മാറി. ഇതേപോലെ തന്നെ കുറവ്, ഇപ്പം ഈ ചോദ്യത്തിൽ അതില്ല എങ്കിൽ കൂടി 20% കുറവെന്ന് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചിന്തിക്കണ്ടേ? 100% യഥാർത്ഥ വില, 20 കുറഞ്ഞ് ഇപ്പം എത്രയായി മാറി? 80% മാറി. ക്ലിയർ ആണോ? ഈ ഒരു ലോജിക്ക് മതി. ശരി, ഇവിടുത്തെ കഥ പറ. ഈ ചോദ്യത്തിൽ പറയുന്നത് ക്ലാസ്സിലെ ബോയ്സ് ഗേൾസ് ഇവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 4:5. ഇനി ചേഞ്ച് വരാൻ പോയി. എന്ത് ചേഞ്ച്? ബോയ്സിന്റെ കൗണ്ടിൽ 25% വർധനവ്. അപ്പൊ എങ്ങനെ എഴുതാം? 4 × 25% വർധനവ് എന്ന് പറയുമ്പം ഇപ്പൊ അതിന്റെ വാല്യൂ 125% മാറിയിട്ടുണ്ട്. അതാ ലോജിക്ക്. പഴയ വാല്യൂ എന്തായിരുന്നു? അതിന്റെ 125% ഇപ്പോഴത്തെ വാല്യൂ. അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത പറ. ഗേൾസിന്റെ റേഷ്യോ 5 ആയിരുന്നു, 40% വർധനവ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന്റെ വാല്യൂ 5 × 140%. ക്ലിയർ ആണോ? ഇതിന്റെ റേഷ്യോ വേണം. വാല്യൂസ് കണ്ടിട്ട് വെട്ടി ചെറുതാക്കിയാൽ പോരെ. വാല്യൂസ് ശതമാനം വെട്ടിപ്പോവും. 4 × 125 500, 5 × 140 700. രണ്ടും കൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് പറയാം റേഷ്യോ. ഇപ്പോഴത്തെ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് ചോദിച്ചാൽ 5:7 അവരുടെ പുതിയ റേഷ്യോ. ഈ വർധനവ് വന്നു കഴിഞ്ഞ് എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് ചോദിച്ചാൽ 5:7 ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.